ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുള കണ്ടിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഇതുപോലെ മുളയുടെ ഒരു പീസാണ്. അപ്പം നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്ത മുളയുടെ പീസാണ്. അപ്പോൾ മുള കട്ട് ചെയ്യുന്നിടത്ത് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കുക. കണ്ടോ, അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നല്ല ഫ്ലാറ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അടിഭാഗവും നല്ല വൃത്തിക്കാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരെ കട്ട് ചെയ്തെടുക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബാക്ക് സൈഡും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡ് അടിയിൽ ഈ ഒരു ഭാഗം വരുന്നിടത്ത് കുറച്ച് ഇറക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അതായത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടഞ്ഞ ഭാഗം വരും മുളയുടെ. അപ്പോൾ അത് കുറച്ച് വിട്ടതിന് ശേഷം വേണം കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാൻ. അതുപോലെ മിഡിൽ ഭാഗത്ത് തന്നെ ഒരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളയുടെ പുറമേയൊക്കെ ചിലപ്പോൾ റഫായിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരച്ച് കളയാം, അല്ലെങ്കിൽ ജസ്റ്റ് കത്തി വെച്ചിട്ട് ഒന്ന് ചീകി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് അങ്ങനെ റഫായിട്ടുള്ള സ്ട്രക്ചറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ സൈഡിലൊക്കെ ജസ്റ്റ് കൈ പിടിക്കുമ്പം കൊള്ളുന്ന ഭാഗമൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുത്തതാണ് ഇത്. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇതുപോലുള്ള കയറാണ്. അപ്പം ഈ കയറ് നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുക്കണം. അപ്പോൾ എങ്ങനെയാണ് കെട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം താഴ്ഭാഗത്തു നിന്നും കുറച്ച് മുകളിലേക്കായിട്ടാണ് വെച്ചിട്ട് കെട്ടിത്തുടങ്ങേണ്ടത്. അപ്പം കുറച്ച് സ്ഥലം വിട്ടതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് കെട്ടിത്തുടങ്ങി മുകളിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ടൈറ്റായിട്ട് വലിച്ച് മുറുക്കി വേണം കെട്ടാൻ, എങ്കിലേ നന്നായിട്ട് വരുള്ളൂ. നമ്മളെ കൈ കൊണ്ട് എത്രയും ടൈറ്റ് ആക്കാൻ പറ്റുമോ അത്രയും ടൈറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഞാൻ ടൈറ്റ് ചെയ്തിട്ട് ഒരു കെട്ടും കൂടെ കെട്ടുവാണ്. 2 കെട്ട് നമ്മൾ സാധാരണ എല്ലാം കെട്ടി വെക്കില്ലേ, അതുപോലെ ടൈറ്റായിട്ടുള്ള 2 കെട്ട് കെട്ടുക. അതുപോലെ ഈ സൈഡിൽ കുറച്ച് ഭാഗം എക്സ്ട്രാ ഇതുപോലെ നമുക്ക് കൈ പിടിക്കാൻ വേണ്ടിയിട്ട് വിട്ട് വെക്കണം. കുറച്ച് ഇത്ര എക്സ്ട്രാ ഞാൻ വിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ഇവിടെ നിന്ന് ചുറ്റാൻ തുടങ്ങാം. അപ്പോൾ ചുറ്റുമ്പോൾ ഡിസ്റ്റൻസ് വരാതെ നല്ല ലൈനായിട്ട് തന്നെ അടുപ്പിച്ചടുപ്പിച്ച് വേണം ചുറ്റിയെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ഫുള്ള് ചുറ്റണം. ഫുള്ളെന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം വരെ ടച്ച് ചെയ്യേണ്ട, കുറച്ച് സ്ഥലം വിട്ടിട്ട് അത്രയും ഭാഗം വരെ മതി. ഞാൻ ചുറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് വേണ്ടിയെന്നുള്ളത്. എന്തായാലും വൃത്തിക്ക് തന്നെ ഇതുപോലെ ചുറ്റിയെടുക്കുക. ഞാൻ ഇപ്പോൾ ഫുള്ള് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ മുകളിലും താഴെയും കുറച്ച് ഭാഗം ഞാൻ വെറുതെ വിട്ടിട്ടുണ്ട്. ഇനി ചുറ്റിക്കഴിയുമ്പോൾ ഇവിടെ വെച്ചിട്ട് ഒന്ന് കയറ്റി ടൈറ്റാക്കിയിട്ട് ഈ ഒരു നൂലല്ല കയറ് കെട്ടിയെടുക്കണം. കണ്ടോ, ഇവിടെ വെച്ചിട്ട് ഞാൻ ഇത്രയും വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ടൈറ്റായിട്ട് കെട്ടാൻ ശ്രദ്ധിക്കണം. 2 കെട്ട് കെട്ടണം കേട്ടോ, എങ്കിലേ ടൈറ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ വിട്ട വള്ളിയുടെ അതേ നേരെ അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് കെട്ടണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുപോലെ തുടങ്ങുന്ന ഭാഗത്ത് ഒരു കെട്ട് കെട്ടി കൊടുക്കുക. കെട്ടി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റാക്കി ഇതുപോലെ ചുറ്റി കെട്ടുക. നിങ്ങളുടെ ഇതിനകത്തൂടെ കയറ്റുക, ഒരു കെട്ട് കെട്ടുക, വീണ്ടും അകത്തൂടെ കയറ്റുക, ഒരു കെട്ട് കെട്ടുക. അങ്ങനെ കെട്ടുമ്പോൾ ഇതിൻ്റെ പിടിയാണ് കേട്ടോ. ഇത് പിടിക്ക് നല്ല ഒരു ഭംഗിയും നല്ലൊരു കട്ടിയൊക്കെ കിട്ടും കേട്ടോ. ഇങ്ങനെ കെട്ടി താഴെ വരെ കെട്ടി കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ കയർ കരുതിയിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ. കണ്ടോ, ഇപ്പോൾ കൈ പിടിക്കാൻ നല്ല കട്ടിയുള്ളൊരിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സംഭവം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം. അപ്പം ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറമേ കുറച്ച് ഒരു റഫായിട്ടുള്ള സ്ട്രക്ചറുണ്ട്, മുള്ളു പോലെയുണ്ട്. അപ്പോൾ അത് കയ്യിലൊന്നും കയറി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് സിസേഴ്സ് വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. മുകൾ ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഓട്ടിച്ചൊന്ന് കട്ട് ചെയ്താൽ മതി. ആ മുള്ളു ഭാഗമൊക്കെ അങ്ങ് പോയിട്ട് നല്ല ഒരു നല്ലൊരു ഫിനിഷിങ് ഇതിന് കിട്ടും. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഇപ്പോൾ ഒരു ഫിനിഷിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പിടിയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് യൂസ് ചെയ്യേണ്ടത് പുട്ട് അവിക്കാനാണ്. അപ്പോൾ പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കാനായിരിക്കും നല്ലത്. അപ്പോൾ കുക്കറിൻ്റെ ഈ ഒരു വിസിൽ വെക്കുന്ന ഭാഗം വിസിലെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ഹോൾ ഇവിടെ ഒന്ന് കയറുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് വലിയ ഹോൾ ഇടണം, എന്നാലും നമുക്ക് ഈ പുട്ട് കുത്താൻ പറ്റുള്ളൂ. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇതിനെ ഈ ഭാഗത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് ആവി കയറി ഇതിനകത്ത് നമ്മൾ പുട്ടും തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആവി കയറിയിട്ട് പുറത്ത് വരും. അതുപോലെ പുട്ട് മാത്രമല്ല കേട്ടോ, നമ്മൾ മുള ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഇതിനകത്ത് ബിരിയാണി ഫില്ല് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം, നല്ല സ്പേസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പുട്ടിട്ട് കാണിക്കുന്നില്ല, അല്ലാതെ തന്നെ പറയുവാണ്. ഇതിനകത്ത് ആദ്യം ഒരു ചില്ലിട്ട് കൊടുക്കണം. ചില്ലിട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ, പിന്നെ പുട്ടിൻ്റെ മാവ് ഇങ്ങനെ നിറയ്ക്കണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ എക്സ്ട്രാ കുറച്ച് ഭാഗം ഇട്ടാൽ മാത്രമേ നമ്മൾ ഈ ഒരു വിസിലിൻ്റെ മുകളിൽ ഇതെടുത്ത് വെക്കുമ്പോൾ ജസ്റ്റ് പൊങ്ങി നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ കയറി തട്ടുന്ന രീതിയിലായിരിക്കും നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ചില്ലിടുവാണ്. ഞാനിപ്പം ഇതിന് സൈസായിട്ടുള്ള ചില്ലെടുത്തപ്പോൾ എൻ്റെ ഇടിയപ്പത്തിൻ്റെ സേവനാഴിയുടെ ചില്ലാണ് ഇതിന് കറക്റ്റായത്.
അപ്പോൾ നമ്മുടെ പുട്ട് വയ്ക്കുന്ന ആ ഒരു പുട്ടുകുറ്റിയുടെ ചില്ല് ചിലപ്പോൾ ചെറുതായിട്ട് തോന്നും. അപ്പോൾ സേവനാഴിയുടെ ആകുമ്പോൾ കറക്റ്റായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചിരട്ട പീസിൽ ഹോളിട്ടിട്ട് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ സേവനാഴിയുടെ കറക്റ്റ് ആയതുകൊണ്ട് അത് തന്നെ എടുത്തിരിക്കുവാണ്. അപ്പം ദാ ഇവിടെ നിന്ന് പുട്ടിങ്ങനെ കുത്തുകയും ചെയ്യാം. അപ്പോൾ ആ കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വടി കടക്കാനുള്ള ഹോള് ഇട്ട് വയ്ക്കണം. കണ്ടോ? അപ്പോൾ ഇതിലാദ്യം തേങ്ങ നിറയ്ക്കുക, പിന്നെ പുട്ടിൻ്റെ ആ ഒരു മിക്സ് നിറയ്ക്കുക, വീണ്ടും തേങ്ങ നിറയ്ക്കുക, അങ്ങനെ അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം. ബിരിയാണി ആണെന്നുണ്ടെങ്കിലും ആ ഒരു ചിക്കനും ചോറും ഒക്കെ നിറച്ച് കൊടുത്ത് നല്ല ആവി കയറ്റിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു പുട്ടുകുറ്റി ട്രൈ ചെയ്ത് വെക്കണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്